ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂക്കേസ്റ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ ലാബ് റെക്കോർഡിനകത്തുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളൊരു പാരാമീറ്ററൈസ്ഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു പാരാമീറ്റർ ഉള്ള ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യണം. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. എന്തിൻ്റെ ബേസിസിലാണ്? നമ്മൾ യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് ഈവൻ ആണോ ഓഡ് ആണോ എന്നതിൻ്റെ ബേസിസിലായിരിക്കണം ഈ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് റിട്ടേൺ വരേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. ഇനി നമുക്ക് കോഡിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫംഗ്ഷൻ വെച്ചിട്ട് വേണം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കീവേഡാണ് ഡെഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെഫ് അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഡെഫ് കീവേഡ് ആയതുകൊണ്ട് തന്നെ അതൊരു റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളറിലായിരിക്കും വിസിബിൾ ആവുന്നുണ്ടാവുക. അപ്പോൾ ഡെഫ് കൊടുത്തു. ഇനി നമ്മൾ ഫംഗ്ഷൻ്റെ പേരാണ് കൊടുക്കാൻ പോകുന്നത്. നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈസ്_ഈവൻ എന്നുള്ള പേരിലാണ് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നോക്കിയേ, ഫംഗ്ഷൻ്റെ നെയിം ഒരു ബ്ലൂ കളറിലാണ് ഡിസ്പ്ലേ ആയിട്ടേക്കുന്നത്. നമുക്കറിയാം പൈത്തണിൽ ജാവ പോലെയോ സി പോലെയോ ഒന്നും നമുക്ക് ഓരോ ബ്ലോക്കിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് കേളി ബ്രേസസിൻ്റെ കോൺസെപ്റ്റ് ഇല്ല. പകരം ഇവിടെ നമ്മൾ ഇൻഡൻറ്റേഷൻ വെച്ചിട്ടാണ് ഓരോ ബ്ലോക്കുകളും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഇൻഡൻറ്റേഷൻ നമുക്ക് കോഡിനകത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോളമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കോളം കൊടുത്തു. നമ്മൾ എൻ്റർ അടിക്കുന്ന സമയത്ത് നമ്മുടെ പോയിൻ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ നിന്നും കുറച്ച് തള്ളിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ നോക്കിയേ, ഇഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ലൈനിലല്ല നിൽക്കുന്നത്, പകരം കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് നിൽക്കുന്നത്. അതായത് ആ ഒരു ലൈനിൽ നിൽക്കുന്ന എല്ലാ കോഡുകളും നമ്മുടെ ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ള ബ്ലോക്കുകളായിരിക്കും. അപ്പോൾ നോക്കിയേ, ഇഫ് ആ ഒരു ലൈനിലാണ്, അത് നേരെ താഴെ എൽസ് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ താഴെയാണ്. അപ്പോൾ ഈ ഇഫ് എൽസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഡെഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ആ ബ്ലോക്ക് വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ബ്ലോക്കുകളാണ് ആരുടെയൊക്കെ ആൾക്കാർ എന്നുള്ളത്. അപ്പോൾ എന്താണ്, നമ്മൾ കോളൻ കൊടുത്തു, എൻ്റർ അടിച്ചപ്പോൾ കുറച്ച് തള്ളിയിട്ട് അടുത്ത പോയിൻ്റർ വന്നു നിന്നു. ഇനി നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. അതായത് ഈവൻ ആണോ അല്ലയോ എന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ് മോഡുലസ് ഓഫ് 2 = 0 ആണോ എന്നുള്ളതാണ്. അതായത് ഒരു നമ്പറിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ നമ്പർ ഒരു ഈവൻ നമ്പറാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കി, 4/2 അതിന് റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത എക്സാമ്പിൾ നോക്കി, 5/2 അതിൻ്റെ റിമൈൻഡർ 0 അല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 5 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ല, പകരം ഒരു ഓഡ് നമ്പറാണ്. റിമൈൻഡറായിട്ട് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഈവൻ നമ്പറാണ്, ഒരു ഓഡ് നമ്പർ അല്ല എന്നുള്ളത്. അപ്പോൾ 2, 4, 6, 8 അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷനകത്ത് ചെക്ക് ചെയ്തു നമ്പർ മോഡുലസ് ഓഫ് 2 = 0 ആണോ എന്നുള്ളത്. അതായത് നമ്മുടെ ഇവിടെ പാരാമീറ്റർ വെച്ചിട്ടാണ് കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും എവിടെ നിന്നാണ് അപ്പോൾ ഈ വാല്യൂ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ അകത്തുള്ള കോഡാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ആ വാല്യൂവിനെ പാസ് ചെയ്യും. ഇപ്പം നമ്മൾ പാരാമീറ്റർ വെച്ചിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നമ്പർ മോഡുലസ് ഓഫ് 2 = 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണ് എന്നുണ്ടെങ്കിൽ അത് ഈവൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ട്രൂ എന്ന് പറഞ്ഞ് റിട്ടേൺ കൊടുത്തു. ഇനി നമ്മൾ ഇഫിൻ്റെ എൽസ് പാർട്ട് ചെക്ക് ചെയ്യുകയാണ്. അതായത് നമ്പർ മോഡുലസ് ഓഫ് 2 = 0 അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് എൽസ് പാർട്ടിൽ വർക്കാവുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ റിട്ടേൺ ഫോൾസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് റിമൈനിങ് കോഡുകളാണ്. അതായത് നമ്മൾ അടുത്ത ലൈനിൽ എന്ത് കൊടുത്തു? നമുക്കൊരു ഇൻപുട്ട് വേണമല്ലോ. നമുക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ ആ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആ നമ്പർ യൂസറിനോടാണ് ചോദിക്കുന്നത്, എൻ്റർ എ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് എടുത്തു. അതിന് നമ്മൾ ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇൻറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ആ കിട്ടിയ വാല്യൂവിനെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനിയാണ് നമ്മൾ ആ ഫംഗ്ഷനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഫംഗ്ഷനകത്ത് നമ്മൾ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തു. പക്ഷെ അത്രയും കൊടുത്തു എന്ന് കരുതി നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഒന്നും വർക്കാവില്ല. നമ്മൾ ആ ഫംഗ്ഷൻ വർക്കാവണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരാൾക്ക്
ഒരു കാര്യം ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ വിളിച്ചല്ലേ മതിയാവുള്ളൂ. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിനോട് നമുക്കൊരു കാര്യം പറയാനുണ്ട്, ആ ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചില്ല എന്ന് കരുതി നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ ഫ്രണ്ടിനെ എന്ത് ചെയ്യണം, നമ്മുടെ ഫോൺ എടുത്തിട്ട് കറക്റ്റ് നമ്പർ അടിച്ചിട്ട് ഫോൺ വിളിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ കാര്യം അയാളോട് പറയാൻ പറ്റത്തുള്ളൂ. സെയിം പോലെ തന്നെ നമുക്കിവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ എന്താണോ ചെയ്യേണ്ടത് അതവിടെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഫ്രണ്ടിനെ ഫോണിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് നമ്പറിനെ നമ്മൾ അടിച്ചു കൊടുക്കണ്ടേ, അല്ലാതെ നമ്മളൊരു സംഖ്യ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുപോലെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ ഫംഗ്ഷൻ്റെ പേര് കൊടുത്തേക്കുന്നത് ആ സെയിം പേര് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ലാതെ എങ്ങനെയാണോ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കോൾ ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ലൈനിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്, ഒരു കണ്ടീഷൻ അകത്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഈഫ് നമ്മൾ ആ ഫംഗ്ഷൻ്റെ പേര് എന്താണോ മുകളിൽ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ആ താഴെ സ്പെസിഫൈ ചെയ്തു. എങ്ങനെയാണ്, ഈസ് അണ്ടർസ്കോർ ഈവൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ നം എന്ന് കൊടുത്തു. ഈ നം എന്ന് പറയുന്നത് എന്താണ്, തൊട്ട് മേലോട്ട് നോക്കിയേ, നമ്മൾ യൂസറിൻ്റെ അടുത്തുനിന്ന് ഇൻപുട്ട് എടുത്തത് ഈ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ നേരത്തെ ആ ഫംഗ്ഷനകത്തൊക്കെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് നമ്പർ എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്തിട്ടായിരുന്നു എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ആ പാരാമീറ്ററിലോട്ട് വാല്യൂ വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റിൽ നിന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം യൂസറിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ള ഇൻപുട്ട് നം എന്ന് പറയുന്ന വേരിയബിളിലാണ്. അപ്പോൾ നമ്മൾ താഴെ ഫംഗ്ഷൻ കോൾ ചെയ്ത സമയത്ത് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തിട്ടുള്ളത് സെയിം നം എന്ന് പറയുന്ന വേരിയബിളിനെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ഫംഗ്ഷനകത്ത് എന്തൊക്കെ കോഡ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം വർക്ക് ചെയ്യാൻ പോകുന്നത് നം എന്ന് പറയുന്ന നമ്മുടെ ആ വേരിയബിളിൻ്റെ മേലെ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, നമ്മൾ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്ത സമയത്ത് നം എന്ന് പറയുന്ന വേരിയബിളിനെ യൂസ് ചെയ്തു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം യൂസർ നൽകിയിട്ടുള്ള ആ ഒരു ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. എങ്ങനെയാണ്, ഇപ്പോൾ യൂസർ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ 5 മോഡുലസ് ഓഫ് 2 = 0 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വരണം, അതാണ് നമ്മൾ ആ ഫംഗ്ഷൻ കോളിൻ്റെ താഴെ കൊടുത്തേക്കുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നം ഈസ് ഈവൻ എന്ന് പറഞ്ഞു വരണം. അതായത് 5 ഈസ് ഈവൻ എന്ന് പറഞ്ഞ് എനിക്ക് പ്രിൻറ്റ് ചെയ്ത് വരണം. അതല്ല, എനിക്ക് വാല്യൂ 5 ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വരണം, അപ്പോൾ നമുക്കറിയാം 5 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഏത് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക, എൽസ് പാർട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരണം, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഈഫ് നം മോഡുലസ് ഓഫ് 2 = 0 ആണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്തായി, ഫോൾസ് ആയി. അപ്പോൾ നമ്മൾ നേരെ എൽസ് പാർട്ടിലോട്ട് വന്നു. അപ്പോൾ അവിടെ എന്താണുള്ളത്, പ്രിൻറ്റ് നം ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വരും, ഓഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന കോഡ് സേവ് ചെയ്ത് റൺ മോഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന ലൈൻ എന്ന് പറയുന്നത് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതായത് ഇതാണ് നമ്മൾ ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന സ്ട്രിങ്. അപ്പം ഞാൻ ഇൻപുട്ടായിട്ട് 5 എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഞാനിപ്പോൾ 5 ആണ് കൊടുത്തത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എല്ലാം ചെക്ക് ചെയ്ത് അവർ നോക്കുമ്പോൾ 5 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ല. അപ്പോൾ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വരും, 5 ഈസ് ഓഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരും. ഇനിയിപ്പോൾ ഞാനിവിടെ എൻ്റർ എ നമ്പറിന് ഞാൻ 4 എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കണ്ടീഷൻസ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് 4 മോഡുലസ് ഓഫ് 2 = 0 ആണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർ എനിക്ക് എന്ത് പ്രിൻറ്റ് ചെയ്ത് വരും, 4 ഈസ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വരും.